നമസ്കാരം പ്രിയമുള്ളവരെ, മുസ്തഫയാണ്. മുസ്തഫ കുന്നത്ത്. പുളിയുണ്ടല്ലോ, പുളി ചിലപ്പോൾ അസഹ്യമായ പുളിയായും ചിലപ്പോൾ രസമുള്ള പുളിയായും നമുക്ക് തന്നെ തോന്നാറില്ലേ? അത് നമ്മുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ പോലെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ സംഭവ വികാസങ്ങളും. മനസ്സിൽ വെറുപ്പിൻ്റെ ഒരംശമെങ്കിലും ഉള്ളവരിൽ നിന്ന് എന്ത് കേട്ടാലും അത് അസഹനീയമായി തോന്നും. എന്നാൽ അതേ കാര്യം സ്നേഹിക്കുന്നവരിൽ നിന്ന് കേട്ടാലോ അത് മറക്കാനും പൊറുക്കാനും നമുക്കൊരു വിഷമവും ഉണ്ടാവില്ല. സഹോദരന്മാരെ, ജീവിതത്തിൽ മധുരവും കയ്പും ചവർപ്പും പുളിയും എല്ലാം ഉണ്ടാകും. എൻ്റെ ഒരു പരിചയക്കാരുടെ കഥയുണ്ട്. ഞങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ അകമ്പൊരുളാണ് ഞാൻ പറയാൻ പോകുന്നത്. 10 വർഷമായി അവർ ഡിവോഴ്സിയാണ്. ജീവിതത്തിൻ്റെ വഴിയിൽ എവിടെയോ പിഴവ് പറ്റിയതിൻ്റെ ദുഃഖഭാരം പേറിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന എൻ്റെ ഒരു ചോദ്യത്തിന് ഒരു ദീർഘനിശ്വാസത്തോടു കൂടിയാണ് അവർ മറുപടി പറഞ്ഞത്. ആദ്യത്തെ കുറേ വർഷങ്ങൾ അദ്ദേഹം വിദേശത്തായിരുന്നു. അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു പ്രശ്നക്കാർ. എന്തിനും ഏതിനും അവർക്ക് അവരുടേതായ തീരുമാനങ്ങളായിരുന്നു മുഖ്യം. ഭർത്താവ് കാശ് അയച്ചാൽ പോലും എത്രയാണ് അയച്ചതെന്നോ എന്ത് ചെയ്തെന്നോ എന്നോട് പറയാറുണ്ടായിരുന്നില്ല. ചോദിച്ചാലും നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ, കാശ് വേണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ നാവടക്കും. എന്നാലും കണക്ക് പറയില്ല. എനിക്കും കുട്ടിക്കും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവർ നോക്കുമായിരുന്നെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ കാശല്ലേ, എനിക്കും അറിയണ്ടേ അതൊക്കെ എന്ത് ചെയ്യുന്നു എന്ന്. പക്ഷേ വേർപിരിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ കുറേ സത്യങ്ങൾ മനസ്സിലാക്കിയത്. പലപ്പോഴും അദ്ദേഹത്തിന് ശമ്പളം കിട്ടാറില്ലെന്നും കുറഞ്ഞ ചില സംഖ്യകൾ മാത്രമേ നാട്ടിലേക്ക് അയക്കാറുള്ളൂ എന്നും എന്നെ ഇതൊന്നും അറിയിക്കാതെ ഉമ്മ കടവും കള്ളിയുമൊക്കെയായി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാതെ കൈകാര്യം ചെയ്യുകയായിരുന്നു എന്നുമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ എന്നെ അറിയിച്ചാൽ ചെറിയ ചില കാര്യങ്ങൾക്ക് പോലും ബഹളമുണ്ടാക്കുന്ന ഞാൻ അത് പരസ്യപ്പെടുത്തിയാലോ എന്ന ഭയം കൊണ്ടാവാം എന്നെ അതൊന്നും അറിയിക്കാതിരുന്നത് എന്ന് ഇന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വന്ന് സ്ഥിരമായി നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴും പഴയ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾ പലപ്പോഴും വഴക്ക് കൂടിയിരുന്നത്. പിന്നെ അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനും വാശിക്കാരനും ഒക്കെ ആയിരുന്നു. എൻ്റെ പല അഭിപ്രായത്തിനും ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. അത് എന്നിൽ ഒരുതരം ഭ്രാന്തമായ വാശിയായി മാറിയിരുന്നു. എന്തിനാണിത്ര വാശി? ഞാൻ പറഞ്ഞത് കേൾക്കില്ല എന്ന വാശി എന്തിനാണെന്നായിരുന്നു ഞാൻ അന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോഴെനിക്കറിയാം, വാശിയും നിർബന്ധ ബുദ്ധിയും എനിക്കുമുണ്ടായിരുന്നല്ലോ. അദ്ദേഹം എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന ഒരു ടെൻഷനും എന്നെ അറിയിച്ചിരുന്നില്ല എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണല്ലോ. മാത്രവുമല്ല, ഇപ്പോൾ 10 വർഷത്തോളമായി ഒരു പ്രശ്നവുമില്ലാതെ അവർ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രശ്നക്കാരി ഞാനായിരിക്കണമല്ലോ. ഇതൊക്കെ മനസ്സിലായത് ജീവിതം കൈവിട്ടു പോയതിനു ശേഷമാണ്. സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാനൊക്കെ കഴിയും. എന്നാൽ ഒരു കൂട്ട് അനിവാര്യമാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന ചില സമയങ്ങളുണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ. ബുദ്ധിമോശം കൊണ്ട് നഷ്ടപ്പെടുത്തിയതൊന്നും തിരിച്ചു കിട്ടാതെ അകന്നകന്ന് പോകുമ്പോഴാണ് നഷ്ടപ്പെട്ടതിൻ്റെ മൂല്യം നമുക്ക് ശരിക്കും മനസ്സിലാവുക. ജീവിതത്തിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ വേർപിരിയേണ്ടി വരും. പക്ഷേ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേർപിരിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും വിട്ടുവീഴ്ചകൾ കൊണ്ട് പരസ്പരം മനസ്സിലാക്കുകയും ചെയ്ത് ജീവിതത്തെ കൈവിട്ട് കളയാതിരിക്കുക. നന്ദി, നമസ്കാരം.